പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് നിയമപോരാട്ടം നടത്താൻ വീണ്ടും പണപ്പിരിവിനിറങ്ങുകയാണ് CPM. എന്നാൽ പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് പിരിവ് നടത്തുക. ഒരംഗം കുറഞ്ഞത് 500 രൂപയാണ് നൽകേണ്ടത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഒരു ദിവസത്തെ ശമ്പളം നൽകേണ്ടി വരും. പെരിയ കേസിനു വേണ്ടി രണ്ടാം തവണയാണ് CPM ഫണ്ട് സമാഹരിക്കുന്നത് എന്നതുമുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ പെരിയ കൊലക്കേസിലെ എതിർവിധിയും സാമ്പത്തിക നേട്ടമായി മാറുന്നതാണ്. 2 കോടിയാണ് ടാർഗറ്റ് തുകയായി കണക്കാക്കിയിരിക്കുന്നത്. എങ്ങനെ കേസ് നടത്തിയാലും ഇത്രയും തുകയാവില്ല എന്നത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ബാക്കി തുക പാർട്ടിക്ക് സ്വന്തമാവുകയും ചെയ്യും. കാസർഗോഡ് ജില്ലയിൽ 28,970 അംഗങ്ങളാണ് CPMനുള്ളത്. 28,000 പേർ 500 രൂപ വീതം നൽകിയാൽ തന്നെ 1.40 കോടി രൂപ ലഭിക്കുന്നതാണ്. സഹകരണ ജീവനക്കാരുടെ ശമ്പളം കൂടി ചേരുമ്പോൾ 2 കോടിയോളം രൂപ പിരിച്ചെടുക്കാനാകും. ഓരോ ബ്രാഞ്ചിനും കോട്ട നിശ്ചയിച്ചാണ് പിരിവ്. ഈ മാസം 20-നകം പണം നൽകാനാണ് ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നൽകിയ നിർദ്ദേശം. പെരിയ കേസിനായി 2021 നവംബർ-ഡിസംബറിൽ വലിയ തോതിൽ പണം പിരിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ അന്തിമ ജോലികൾക്കെന്ന് പറഞ്ഞാണ് അന്ന് പണപ്പിരിവ് നടത്തിയത്. അന്നും പാർട്ടി അംഗങ്ങളിൽ നിന്ന് മാത്രമായിരുന്നു പിരിവ് നടത്തിയത്. പെരിയ കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളെ CBI കോടതി ജീവപര്യന്തം തടവിനും 2ാം പ്രതി സജി C. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായി മോചിപ്പിച്ചതിന് മുൻ MLA KV കുഞ്ഞിരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം K. മണികണ്ഠൻ, ഉദുമ ഏരിയ കമ്മിറ്റി അംഗം KV ഭാസ്കരൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറിയായ രാഘവൻ വെളുത്തോളി എന്നിവരെ 5 വർഷം തടവിനും 10,000 രൂപ വീതം പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ 5 വർഷം ശിക്ഷ ലഭിച്ച 4 നേതാക്കൾക്ക് ജാമ്യം ലഭിച്ചു. മറ്റു പ്രതികളും അപ്പീൽ നൽകുന്നതാണ്. എല്ലാ ചെലവും CPM വഹിക്കുകയും ചെയ്യും. പെരിയ കൊലക്കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതരായ മുൻ MLA-മാരായ KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, K. മണികണ്ഠൻ, KV ഭാസ്കരൻ എന്നിവർക്ക് വരവേൽപ്പൊരുക്കി CPM നയം വ്യക്തമാക്കിയിരുന്നു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ P. ജയരാജൻ, സതീഷ് ചന്ദ്രൻ, M. രാജഗോപാലൻ MLA തുടങ്ങിയവർ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. രക്തഹാരം അണിയിച്ചായിരുന്നു വരവേറ്റത്. CPMനെതിരെ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവോടെ പൊളിഞ്ഞിരിക്കുന്നതെന്ന് KV കുഞ്ഞിരാമൻ പറയുകയും ചെയ്തിരുന്നു. പ്രതി ചേർക്കുമ്പോഴും അർഹിക്കാത്ത ശിക്ഷ നൽകിയപ്പോഴും പ്രതികരിക്കാതിരുന്നത് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. നേതാക്കളെ ജയിലിലാക്കാൻ CBI കള്ളക്കഥ ചമച്ചെന്നും അക്കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് 4ാം ദിനം പുറത്തിറങ്ങാൻ പറ്റിയതെന്നും MV ജയരാജനും പറഞ്ഞിരുന്നു. ഭരണ നേതൃത്വത്തിന്റെ കൂട്ടിലിട്ട തത്ത എന്ന വിശേഷണം CBIക്ക് ചേരുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെന്നും P. ജയരാജൻ വിമർശിച്ചിരുന്നു. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട്, അലാമിപ്പള്ളി, പള്ളിക്കര, പാലക്കുന്ന്, ഉദുമ, വെളുത്തോളി എന്നിവിടങ്ങളിൽ പ്രവർത്തകർ സ്വീകരണമൊരുക്കിയിരുന്നു. കാഞ്ഞങ്ങാട് പ്രകടനത്തിന് പാർട്ടി തയ്യാറെടുത്തെങ്കിലും പോലീസ് അനുമതി നൽകിയിരുന്നില്ല. കല്യോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17-നാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് തടഞ്ഞു നിർത്തിയ ആക്രമി സംഘം കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേയായിരുന്നു ശരത് ലാൽ മരിച്ചത്.